ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു രേഷു സ്റ്റോറീസ് ആൻഡ് ലൈഫ്. ഇന്ന് രാവിലെ കിച്ചണിലേക്ക് വരുന്ന നല്ല ഹാപ്പിനെസ്സോടെ കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇന്നലെ തന്നെ ദോശമാവൊക്കെ അരച്ചുകൊണ്ട് ഇത് സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ അതൊരു സന്തോഷം വേറെ ഇല്ല. നമുക്ക് കിച്ചണിൽ നമ്മൾ മാവ് എന്തെങ്കിലും സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എന്നാൽ പിന്നെ അതൊന്ന് മിക്സ് ചെയ്യുക, ഉണ്ടാക്കിയാൽ മതിയല്ലോ. അല്ലെങ്കിൽ പിന്നെ എന്താ വന്നുണ്ടാക്കി അരച്ചെടുത്ത് വേറെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യണ്ടേ. അപ്പോൾ ഇന്ന് മാവ് ഉപ്പൊക്കെ ഇട്ട് ഇളക്കി മാറ്റി വെച്ചു. ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ പൊളിക്കാൻ പോയിട്ടുണ്ട്. തേങ്ങ പ്രശം ഇട്ടത്, പക്ഷേ എവിടെയും തേങ്ങ കമ്മിയാണ് കേട്ടോ. അപ്പോൾ നമുക്കും തേങ്ങ വല്ലാതൊന്നുമില്ല, അപ്പോൾ ഉള്ള തേങ്ങ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ തേങ്ങയൊക്കെ പൊളിച്ച് വന്നു. തേങ്ങ പൊളിച്ചത് ഇതേപോലെ പൊട്ടിക്കുമ്പോൾ എപ്പോഴും ഞാനിങ്ങനെ പൊട്ടിച്ച് അതിന് വെള്ളം കുടിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തവണ പൊട്ടിച്ചപ്പോൾ കുറച്ച് അബദ്ധം പറ്റിപ്പോയി. വീഡിയോ എടുക്കുന്നുണ്ടോ തോന്നുന്നു. അത് വല്ലാത്ത ഫ്ലോപ്പായിപ്പോയി. പൊട്ടിച്ച് കുറേ വെള്ളം താഴെ പോയി. കുറച്ച് വെള്ളമായിട്ട് എനിക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ കിട്ടിയ വെള്ളം ഞാൻ കുടിച്ചു. എന്നിട്ട് അവിടെയൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ ചട്നി ഉണ്ടാക്കാൻ ചട്നി റെഡിയാക്കി വെച്ചാൽ പിന്നെ ദോശ ഇങ്ങനെ ഓരോന്നായിട്ട് ചുട്ടെടുക്കാൻ എളുപ്പമല്ലേ. അപ്പോൾ അപ്പോൾ ഇത് ഞാൻ ചട്നിക്ക് വേണ്ടിയിട്ട് തേങ്ങ ചിരകണം. തേങ്ങ ചിരകിയിട്ട് ഞാൻ പൊട്ടുകടല ചേർത്തിട്ടുള്ള ചട്നിയാട്ടോ ഉണ്ടാക്കുന്നത്. അത് ഇവിടെ ഏട്ടനും ഒക്കെ ഭയങ്കര ഇഷ്ടം, എനിക്കും ഇഷ്ടമാണ്. നമ്മൾ കടകളിൽ നിന്നൊക്കെ കഴിക്കൂലേ, ഞാനിതിൽ പൊട്ടുകടല എൻ്റെ ഒരളവിന് അങ്ങനെ ചേർക്കുന്നു എന്നുള്ളൂ കേട്ടോ. പ്രത്യേകിച്ച് ഒരളവൊന്നുമില്ല. എൻ്റെ ഒരു കൈപ്പിടിയിൽ അങ്ങനെ 1-2 പിടി എടുത്ത് ഇടാം. പച്ചമുളകും ഇഞ്ചി ഇട്ടിട്ടുണ്ട്, കുറച്ച് 2-3 കറിവേപ്പിലയുടെ ഇലയും ഒരു ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് അരച്ചെടുത്തിട്ട് പിന്നെ ഞാൻ താളിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ദോശയും പാനിൽ ഒഴിക്കുന്നുണ്ട്, പരത്തുന്നുണ്ട്. പിന്നെ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ഏട്ടൻ കണ്ടാ വഴക്ക് പറയും, വെളിച്ചെണ്ണയ്ക്ക് നല്ല വിലയല്ലേ. അപ്പം ഞാൻ കുറച്ച് ഏട്ടൻ കാണാതെ വെളിച്ചെണ്ണയൊക്കെ എടുത്ത് താളിക്കുന്നുണ്ട് കേട്ടോ. ചട്നി കടുകും കറിവേപ്പിലയും ഉണക്കമുളകും ഇട്ടിട്ടാണ് താളിക്കുന്നത്. ഒരുപാട് ലൂസുള്ള ചട്നിയല്ല, എന്നാൽ നല്ല ടൈറ്റുള്ളതല്ല, അങ്ങനെ ഒരു മീഡിയം ഇതിലുള്ള ചട്നിയാണ്. അതിൻ്റെ ഇടയ്ക്കും ഏട്ടൻ മോനെ കുളിപ്പിച്ചിട്ടൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുണ്ടെടുത്ത് വന്നതിൻ്റെ പൊലിവ് പറഞ്ഞ് ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഉണ്ട്. ചട്നി റെഡിയായി. ഏട്ടനും കഴിച്ചു, റിതുട്ടി കഴിച്ചു. അവൾ പോയിട്ടുണ്ടായിരുന്നു, ആ ടൈമിൽ വീഡിയോ എടുത്തില്ല. അപ്പോൾ ഏട്ടൻ കഴിച്ച് ഏട്ടനും പോയി. പിന്നെ ഞാനും അവനുമാണ് ഉള്ളത്. അപ്പോൾ അവനിനി അംഗനവാടി പോകാൻ 10-10:30 ആവും. അപ്പോൾ ഞാൻ ഇനി എൻ്റെ കുറച്ച് പണികളുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട്. അപ്പോൾ ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ, അവൻ ടി വി കണ്ടിട്ട് അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതേ അതിൻ്റെ ഇടയ്ക്ക് ഏട്ടനെ യാത്രയാക്കാൻ പോയ ടൈമിൽ ലാസ്റ്റ് ഒരു ദോശ സ്റ്റൗവിലിരുന്നത് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ടായിരുന്നു. കരിഞ്ഞിട്ടില്ല, മുരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ ക്രിസ്പി ആയിട്ട് ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഞാനത് കറിയും കൂട്ടിയിട്ട് കഴിച്ചു. നല്ല ടേസ്റ്റുള്ള ചട്നിയും ദോശയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ രാവിലെ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ഇടാനൊന്നും മറക്കല്ലേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.